ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ SIT. ടി വി പ്രസാദും അർജുൻ മട്ടന്നൂരുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം ടി വി പ്രസാദിലേക്കാണ്. ടി വി പ്രസാദ്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു ജാമ്യം നൽകാതിരിക്കാനുള്ള വകുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ജഡ്ജി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഏറ്റവും കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇനി ഒരു ജാമ്യം ലഭിക്കാത്ത തരത്തിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ അങ്ങനെയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി പറഞ്ഞതുപോലെ നേരത്തെ ജാമ്യമുള്ള വകുപ്പുകളായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളവർക്കെതിരെയും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതാണ് വധശ്രമ കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്നതാണ്. നേരത്തെ ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ജാമ്യം കിട്ടാനുള്ള സാധ്യത അടക്കുക എന്ന ഉദ്ദേശമാണുള്ളത്. പ്രധാനമായും ഇത് UDFന്റെ ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ കേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച സമയത്ത് ലോക്കൽ പോലീസ് കൈകാര്യം ചെയ്ത പ്രവർത്തകർക്ക് നേരെ ഒരാവശ്യവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർ ഇറങ്ങി വന്ന് തലയ്ക്കടക്കം അടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്നു മുതൽ തന്നെ പ്രധാന രാഷ്ട്രീയ വിഷയമാക്കി കേരളത്തിലാകെ UDF കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇത് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് UDFന്റെ സർക്കാർ അധികാരത്തിലേറി ആദ്യ ദിവസം തന്നെ അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകുന്നതും ഒരാഴ്ച പോലും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പ്രാഥമിക റിപ്പോർട്ട് കൊടുത്ത് അതിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അതിലിപ്പോൾ തലയ്ക്ക് അടിച്ച് പരിക്കേറ്റതുകൊണ്ട് തന്നെ മറ്റ് സാധാരണ സംഭവങ്ങളിലാണെങ്കിൽ പോലീസ് അതിൽ വധശ്രമ കുറ്റം ചുമത്താറുണ്ട്. ഈ കേസിൽ പക്ഷേ അതൊന്നും ചുമത്തിയിരുന്നില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ നിർണായകമായ നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തലയ്ക്ക് പരിക്കേറ്റതുകൊണ്ട് തന്നെ വധശ്രമ കുറ്റം നിലനിൽക്കും എന്നുള്ളതുകൊണ്ട് വധശ്രമ കുറ്റം ചുമത്തുന്നു 5 പ്രതികൾക്കെതിരെയും എന്നുള്ളതാണ്. അനിലിനെതിരെയും അതുപോലെ തന്നെ സന്ദീപിനെതിരെയും മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് ഈ കുറ്റം നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ ജാമ്യം കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നതാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ് ഇതിൽ തുടരന്വേഷണം നടത്തുക എന്നുള്ളത്. തുടരന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അവിടെ കോടതിയിൽ ഉത്തരവായി കിടന്നിട്ടുണ്ടെങ്കിലും നേരത്തെ LDF സർക്കാർ അത് ചെയ്തിരുന്നില്ല. രക്ഷാപ്രവർത്തനം എന്നായിരുന്നു ഈ ക്രൂരമായ അക്രമത്തെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരിട്ട് വിളിച്ചിരുന്നത്. അത് യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം അതിനു മുമ്പും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ ചർച്ച ചെയ്ത വിഷയമാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നുമുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യത്തെ തീരുമാനമായി അത് നടപ്പിലാക്കി എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ അവർക്ക് ജാമ്യം കിട്ടി എളുപ്പം ഊരിപ്പോകാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഉണ്ടായത് എങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണത്തിലൂടെ ഒരു കാരണവശാലും അങ്ങനെ അടിക്കേണ്ട സാഹചര്യം അവിടെ ഇല്ലായിരുന്നു എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. സാക്ഷികളുടെ മൊഴിയെടുത്തു, ക്യാമറാമാന്റെ മൊഴിയെടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. വധശ്രമ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു എന്നുള്ളത് ശ്രുതി. തീർച്ചയായിട്ടും ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി പോവുകയാണ്. അർജുൻ, ഈ പറഞ്ഞ പോലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇതിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക്, ഞങ്ങളുടെ കുട്ടികളെ തല്ലിയതൊന്നും ഞങ്ങൾ മറക്കില്ല എന്നുള്ളത്. അന്ന് തുടങ്ങിയും UDF അധികാരത്തിൽ വന്ന ആ ദിവസം മുതൽ നമ്മൾ കണ്ടതാണ് ഈ പോരാട്ടം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഈ അന്വേഷണം എങ്ങനെയാണ്, അന്വേഷണത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ കടക്കുന്നു എന്നുള്ളതും ഏറ്റവും വേഗത്തിൽ പോകുന്നു എന്നുള്ളതും. കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ നടപടി, ഇനി അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ അത് കൂടുതൽ ഈ റിപ്പോർട്ടിലേക്ക് അടക്കം എത്തുമ്പോൾ ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ശ്രുതി, ഈ പുതിയ സർക്കാർ നിലവിൽ വന്ന ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത നിർണായകമായ തീരുമാനമായിരുന്നു ഈ കേസിൽ പുനരന്വേഷണം എന്നത്. പ്രത്യേക അന്വേഷണ സംഘം വരികയും ചെയ്തു. ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഈ പ്രതികളായ അനിൽ കല്ലൂർ അടക്കമുള്ളവർ കോടതിയിൽ സമീപിച്ചപ്പോൾ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമല്ലേ, പിന്നെ എന്തിനാണ് മുൻകൂർ ജാമ്യം എന്നായിരുന്നു കോടതി പറഞ്ഞത്. അങ്ങനെയാണ് ആ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SITയുടെ നിർണായകമായ നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ തുടരാം അർജുൻ. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികളെ
സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഗൺമാനായ അനിൽ കല്ലൂർ അടക്കമുള്ള 5 പേരും ഒരുപക്ഷെ റിമാൻഡിൽ പോകുന്ന സാഹചര്യമുണ്ടാകും. നേരത്തെ തന്നെ സർക്കാരിന്റെ ഈ പുതിയ സർക്കാരിന്റെ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ആ പ്രതികളെ തുറങ്കിലാക്കും എന്നത്. അതിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. മാത്രവുമല്ല, MR അജിത് കുമാറിന്റെ പങ്ക് കൂടി അന്വേഷിക്കുന്നതോടുകൂടി വലിയൊരു നിർണായകമായ രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് ഈ സർക്കാരും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും കടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള നീക്കമാണ് എന്തായാലും ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ്. മർദ്ദനത്തിൽ മനഃപൂർവ്വമില്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. അങ്ങനെയാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതടക്കം SIT ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതുകൂടിയാണ്. TV പ്രസാദും അർജുൻ മട്ടന്നൂരുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.